ഹായ്, ഞാൻ ഇന്ന് വളരെ ലോ ആണ്. നല്ല വയറുവേദന, നല്ല ഇടുപ്പ് വേദന. അതിൻ്റെ ഇടയിൽ ഇവനിപ്പോൾ എല്ലാവരുടെ പോകും. അതൊക്കെ ആണെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ തന്നെ വേണം. പക്ഷെ വയ്യാതിരിക്കുമ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ട്. ആദ്യം നമുക്ക് ഇവനെയുള്ള കുറുക്ക് റെഡിയാക്കാം. വാടാ. കുറുക്കുണ്ടാക്കിയിട്ട് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വെറുതെ കിടക്കാം. എനിക്ക് ക്യാമറ പിടിക്കാനുള്ള അതും കൂടെ ഇപ്പോൾ പോകുന്നറിയില്ല. മാക്സിമം പറ്റണ അത്ര എടുക്കാം. തീരെ നല്ല വയറുവേദന, എടുപ്പ് വേദന. എന്താ നോക്കണം പൊന്നാമ്പല്ലേ? ഞാനല്ലടാ ഉണ്ണി, നോക്കണ്ടടാ. മുട്ട കുറച്ചേ കടക്ക് വാവയമ്മച്ചിക്ക് വയ്യട തന്ന് കൊടക്ക കടക്കടി പൊന്നാമ്പലേ ഉമ്മച്ചിക്ക് വയ്യടി പൊന്ന. ഉമ്മച്ചിന്റെ കുട്ടിയല്ലേ, ഉമ്മച്ചിക്ക് സ്വത്തുമാകാനല്ലേ പൊന്നാമ്പലേ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മനുഷ്യന് വയ്യാണ്ടാവുമ്പോഴേക്കും കുറച്ച് സമാധാനം തരണം. അനിക്ക് വർക്കിന് പോയി, അങ്ങനെ ഉമ്മ ഫുഡ് ഉണ്ടാക്കണം. അത് കാരണം കൊണ്ട് ഇവന് ഈ മോസ്കിറ്റോ നെറ്റില്ലേ, ഇത് ഹൈലി യൂസ്ഫുൾ ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ആദ്യം മാമാർത്തിന്റെ മോസ്കിറ്റോ റെപ്പലന്റ് സ്പ്രേ ആണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാമാർത്തിന്റെ നാച്ചുറൽ മോസ്കിറ്റോ റെപ്പലന്റ് സ്പ്രേ ഇതായിരുന്നു. ഇത് കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ നെറ്റിലേക്ക് മാറി. ഇതിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചു, ഒരാഴ്ചയൊക്കെ. അതും ഞാൻ ദേഹത്ത് അടിച്ചു കൊടുക്കില്ല. ഇതിൽ ദേഹത്ത് അടിച്ചു കൊടുക്കാന്നാണ്. പക്ഷെ ഞാനൊരു ദേഹത്ത് അടിച്ചു കൊടുത്തിട്ടില്ല, എനിക്കൊരു പേടിയായിട്ട്. ഞാൻ ട്രൗസറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഇത് അടിച്ചു കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുക് വരില്ല കേട്ടോ. പക്ഷെ അതിനെക്കാട്ടിലും യൂസ്ഫുൾ ഇതാണ്. എന്നാ പിന്നെ ഇതിന്റെ അത്ര വില പോലും ഇല്ല ഇതിന്. മസ്റ്റ് ബൈ. ഓക്കെ, ഞാനൊന്ന് ഇവനെങ്ങനെയെങ്കിലും ഉറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സക്സസ് ആയാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ആക്കാം. ഫൈനലി അവ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി റെസ്റ്റ് ആക്കട്ടെ. പീരീഡ്സായി, നല്ല വേദന. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. എൻ്റെ വായത്തിന് എന്തിനാണ് നോക്കണത്. അപ്പം ഞാൻ രാവിലെ ഒരു 11 മണിക്ക് ഉറങ്ങിയ ശേഷം ഞാനൊന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ 3 മണിക്കാണ് എണീറ്റത്. കുറച്ച് ചെറിയൊരു റിലീഫുണ്ട്. അത് ഡിലേ ആവുന്നതുകൊണ്ടാണ് തോന്നുന്നു, അറിയില്ല. നല്ല പെയിനാണ്. എനിക്ക് ഡെലിവറിക്ക് മുൻപ് നല്ല പെയിനായിരുന്നു. എനിക്ക് ആ ദിവസം മൊത്തം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന് ഞാനിപ്പോൾ കുറുക്ക് കൊടുത്താണ് കേട്ടോ. ബീട്രൂട്ട് വേവിച്ചിട്ട് അതാണ് ഡ്രസ്സിലായിരിക്കുന്നത്. ഇനി അവന് മേലെ കഴുകി കൊടുക്കണം. മേല് കുറച്ചുകൊണ്ട് കിടക്കുള്ളൂ. ബനിയം വേണമെങ്കിൽ മാറ്റി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പോകാൻ കണ്ടാൽ അറിയില്ല എനിക്ക് വയ്യാന്ന്. അത് വയ്യാത്ത കണ്ടല്ല, കുളിക്കാത്ത കണ്ടാണ്. കുളിക്കാൻ പോലും വയ്യ. ഞാൻ ഈ പീരിയഡ്സ് ദിവസങ്ങളിൽ ശരിക്കും രാവിലെ എണീറ്റ് നേരത്തെ കുളിക്കണം എന്നാണ് പറയാറ്. പക്ഷെ രാവിലെ നേരത്തെ നമ്മൾ ഡേറ്റ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ അത് അബ്നോർമലാണെന്ന് ഒന്നും ഉണ്ടായിരിക്കും കാക്ക. എവിടെ നിന്നൊക്കെ എതിർപ്പുകൾ. അതായത് നമുക്കിങ്ങനെ വയറുവേദന വരുമല്ലോ, അത് അബ്നോർമൽ ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ശരിക്കും നമുക്ക് ഒരു വേദന ഒന്നും ഉണ്ടാവാൻ പാടില്ല. നോർമൽ ഡേയ്സ് പോലെ ആവണം അത്രേ.
കേട്ടിട്ട് പക്ഷെ എൻ്റെ അറിവിലുള്ളവർക്കൊക്കെ വേദനയുണ്ട്. വേദന ഇല്ലാത്തവർ വളരെ വിരളമാണ്. നീ വലുത് അറിയേണ്ട ഭാവി അമ്മച്ചിക്ക് വയ്യടാ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് പുറത്തേച്ചെന്നില്ല, ഭയങ്കര അൺഈസി ആയിരുന്നു. എന്നെപ്പോലെ പീരീഡ്സ് ആകുമ്പോൾ ചത്ത പോലെ ആവുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ആ